മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 11 മുതൽ 15 വരെ കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനാടിസ്ഥാനത്തിൽ യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുകയും അതിനെ തുടർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ വളരെ വിപുലമായ വിധത്തിൽ ഈ സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം, പോഷക ഘടകം എന്നുള്ള നിലയിൽ പതിറ്റാണ്ടുകളായി കണ്ണൂർ ജില്ലയിലെ യുവജന പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായി മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ട്. സംഘടനയുടെ ശക്തിയെയും പ്രവർത്തനങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്താൻ പാകത്തിലാണ് ഇത്തവണ ജില്ലാ സമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വർത്തമാനകാലത്ത് രാഷ്ട്രീയപരമായ ആഭിമുഖ്യമില്ലാതെ യുവാക്കൾ പ്രത്യേകിച്ചും അരാഷ്ട്രീയവാദികളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായി രാഷ്ട്രീയം പറയുക, അതിനനുസൃതമായി ഒരു യുവ സമൂഹത്തെ സജ്ജമാക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഈ അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്നുള്ള പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി തന്നെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായി കണ്ണൂരിലും വിവിധ ഘട്ടങ്ങളിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. ആ പരിപാടികളുടെ ഒക്കെ പരിസമാപ്തി എന്നുള്ള നിലയിലാണ് ഈ സമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മുസ്ലിം യൂത്ത് ലീഗിന് 1 ലക്ഷത്തോളം ആക്റ്റീവ് മെമ്പർമാരാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ആ 1 ലക്ഷം പ്രവർത്തകന്മാരെ പ്രതിനിധീകരിച്ച് പഞ്ചായത്തുകളിൽ നിന്നും മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിനിധി സംഗമം, അതുപോലെ തന്നെ പഴയകാല യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന പൂർവികരായിട്ടുള്ള ആളുകളുടെ തലമുറ സംഗമം, ഫെബ്രുവരി 13-ാം തീയതി 10,000-ഓളം യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന പ്രകടനം, അത് കഴിഞ്ഞ് പൊതുസമ്മേളനം, തുടർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൗൺസിൽ മീറ്റ്, ഇത്രയും പരിപാടികളാണ് യൂത്ത് ലീഗ് ആവിഷ്കരിച്ചിട്ടുള്ളത്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ണൂരിലെ മുസ്ലിം യുവജന പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് തെളിയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ശക്തി പ്രകടനത്തിനാണ് ഫെബ്രുവരി 13-ന് കണ്ണൂർ സാക്ഷ്യം വഹിക്കുക. ബഹുമാനരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ, മുനവർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, പി കെ ഫിറോസ് ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂരിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ശക്തി അടയാളപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഈ സമ്മേളന പരിപാടികളിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സമ്മേളനത്തിൻ്റെ വിവിധ ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂരുണ്ട്, അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി PC നസീറുണ്ട്. അവർ നിങ്ങളോട് വിശദീകരിക്കും. യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയായി. മുഴുവൻ ശാഖാ സമ്മേളനങ്ങൾ കഴിഞ്ഞു, പഞ്ചായത്ത് സമ്മേളനങ്ങൾ കഴിഞ്ഞ്, സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയോജകമണ്ഡലങ്ങളിലെ സമ്മേളനം കഴിഞ്ഞ് പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നു. ശേഷമാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ജില്ലാ സമ്മേളനം നടക്കുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇത്തവണ സംസ്ഥാനത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുന്ന എല്ലാ പ്രവർത്തനവും സമയബന്ധിതമായി പൂർത്തിയാക്കിയ ഒരു ജില്ല എന്ന ഒരു ഖ്യാതി കൂടി നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്തു എന്ന പ്രമേയത്തെ വളരെ ഭംഗിയായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ CPM പാർട്ടികൾ ഉൾപ്പെടെ നടക്കുന്ന അനീതിയെ തുറന്നു കാണിക്കാൻ യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ അത്തരം പാർട്ടികളിൽ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ
നിർജീവമായ ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഘട്ടങ്ങളിലെല്ലാം യൂത്ത് ലീഗ് പറയേണ്ടത് കൃത്യമായി പറയാനും അടയാളപ്പെടുത്താനും ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനും സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമായി നമ്മൾ കാണുകയാണ്. ഏത് വിഷയം വന്നാലും കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വിഷയം ഉൾപ്പെടെ വന്നപ്പോൾ യൂത്ത് ലീഗ് ശക്തമായ സമരരംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ ചില സംഘടനകൾ അതിനകത്തുനിന്ന് തന്നെ യുവാക്കൾ പ്രതികരിക്കേണ്ടതിന് പകരം യുവാക്കൾ മൗനിയായപ്പോൾ CPM പാർട്ടിയുടെ ഒരു തലമുതിർന്ന നേതാവ് പ്രതികരിക്കേണ്ടി വന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ യുവത അവരുടെ ലക്ഷ്യബോധങ്ങളിൽ നിന്ന് വഴിതെളിക്കുമ്പോൾ യൂത്ത് ലീഗ് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ നാളെ രാവിലെ 9:30 മണിക്ക് പതാകത്തോടുകൂടിയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പഴയ കാലങ്ങളിൽ ജില്ലയിൽ യൂത്ത് ലീഗിനെ നയിച്ച ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 70ഓളം നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു സ്മൃതി സംഗമമാണ് നടക്കുന്നത്. ഈ ഹാളിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. തുടർന്ന് 13-ാം തീയതി വൈകുന്നേരം യുവജന റാലിയും പൊതുസമ്മേളനവുമാണ്. ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 13-ാം തീയതിയുടെ പ്രകടനവും പൊതുസമ്മേളനവുമാണ്. 14-ാം തീയതി യൂത്ത് ലീഗിൻ്റെ ജില്ലയിലെ പ്രവർത്തക സമിതി അംഗങ്ങളുടെ ഒരു കുടുംബസംഗമമാണ്. 15-ന് പുതിയ നേതൃത്വം കൗൺസിൽ മീറ്റാണ് സമ്മേളനം ഉദ്ദേശിക്കുന്നതോടുകൂടി സമ്മേളനം പൂർത്തിയാവുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രിയപ്പെട്ട കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെയും പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെയും എല്ലാ പിന്തുണയും സഹായം ഉണ്ടാവണമെന്ന് വളരെ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. ഈ സംഘടന ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ കഴിഞ്ഞ കാല മെമ്പർഷിപ്പിനെ അപേക്ഷിച്ച് 10,000-ഓളം മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമ്മേളനത്തിലേക്ക് ഒരുങ്ങുന്നത് എന്ന ഒരു പ്രത്യേകത കൂടി ഈ സമ്മേളനത്തിനുണ്ട്. ഞാനക്കുട്ടി സാഹിബ് അന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ചെറിയൊരു ഈ പുതുയുഗ യാത്ര മലപ്പുറത്തായതുകൊണ്ടുള്ള ഒരു പ്രയാസം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും എത്തിച്ചേരുമെന്ന് പറഞ്ഞു. യൂത്ത് യൂത്ത് ലീഗ് സമയബന്ധിതമായിട്ട് തന്നെ നടക്കും. എല്ലാ സമയത്തും വിഷയമല്ല അത്. ജോലിയുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും. ഞാനല്ല ഇത് ഉപജീവന മാർഗമായി കാണാൻ പാടില്ല. അതിന് ജീവിക്കണ്ടേ. MSF-ന്റെ മരവിപ്പിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തില്ലേ? പിന്നെ തീർച്ചയായും നിയമസഭ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടി യൂത്ത് ലീഗിന് നൽകിയിട്ടുള്ള അംഗീകാരം ചെറുതല്ല. യൂത്ത് ലീഗിൻ്റെ 102ഓളം കൗൺസിലർമാർ മെമ്പർമാരായിട്ട് കണ്ണൂർ ജില്ലയിൽ മാത്രമുണ്ട്. മാക്സിമം പിന്തുണ തന്നൊരു പാർട്ടിയാണ് മുസ്ലിം. നമുക്കൊരു ഒരു പരിഭവമില്ല ഇക്കാര്യത്തിൽ. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അർഹമായ പ്രാതിനിധ്യം പാർട്ടിക്ക് കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യൂത്ത് ലീഗിന് കിട്ടും. കണ്ണൂരിന്റെ സാഹചര്യം നിലവിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തന്നെ യൂത്ത് ലീഗ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തന്നെ മത്സരിക്കും. യൂത്ത് ലീഗ് കഴിഞ്ഞിട്ട് എല്ലാരും വന്നത്. അതെ അതെ, ഇപ്പൊ യൂത്ത് തന്നെ. അഴീക്കോട് കഴിഞ്ഞ 2-3 തവണയും പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്, കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ മത്സരിച്ചത്. ഇത്തവണ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നൊരു ആവശ്യം. തീർച്ചയായും കണ്ണൂരിലെ ആളിനെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലുള്ള പ്രതിനിധികൾ മത്സരിക്കും. പുറത്തുനിന്നുള്ള ആൾ വേണ്ട. കണ്ണൂരിലുണ്ടല്ലോ, കണ്ണൂരിൽ പാകപ്പെട്ട ആളുകൾ ധാരാളമുണ്ട്. വേണ്ടെന്നുള്ള ആവശ്യം യൂത്ത് ലീഗ് എന്നുള്ള രീതിയിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് വെച്ച് തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥി മത്സരിക്കണം ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കവച്ചു വെക്കുന്ന വിധത്തിലുള്ള വലിയ സ്വീകരണങ്ങളാണ് എല്ലായിടത്തും ഉണ്ടായത്. ഇന്നലെ
രാവിലെ തലശ്ശേരിയിൽ, അത് കഴിഞ്ഞ് പാനൂരിൽ, തുടർന്ന് മട്ടന്നൂരിലൊക്കെ. മട്ടന്നൂരിനെ കുറിച്ച് പറയുമ്പോൾ മട്ടന്നൂരിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാണ് അവിടെ തടിച്ചുകൂടിയത്. അതുപോലെ ശ്രീകണ്ഠാപുരത്തും ഇരിട്ടിയിലൊക്കെ വലിയ ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. അപ്പം അതുകൊണ്ട് മട്ടന്നൂരും തളിപ്പറമ്പൊന്നും ഒരു വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളാണെന്ന് കരുതണ്ട. ഇത്തവണ UDF അനുകൂലമായി വരാനുള്ള എല്ലാ സാധ്യതകളും അതാര് മത്സരിച്ചാലും ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാവണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. അത് അവരുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ലീഗ് അഭിപ്രായം പറയേണ്ടതില്ല. സ്വീകാര്യനായ ഒരാളെ വേണ്ടേ? കെ സുധാകരൻ എന്ന് പറയുന്നത് UDF കരുത്തനായ നേതാവാണ്. കണ്ണൂരിലെ UDF മുഖമാണ്. അപ്പം അത് കോൺഗ്രസ് ആണ് ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് ആരാണോ പൈലറ്റ് ചെയ്യുന്നത് അവരെ ആരായാലും മുസ്ലിം ലീഗ് അംഗീകരിക്കും. അതിൽ കുഴപ്പമൊന്നുമില്ല. കണ്ണൂരും അഴീക്കോടും ഒക്കെ തിരിച്ചു പിടിക്കുന്നില്ല ഞങ്ങൾ ഈ പറഞ്ഞേ. അഴീക്കോട് ശക്തനായ സ്ഥാനാർത്ഥി ജില്ലക്കുള്ളിൽ ഉള്ള ഒരാളായിരിക്കുമോ? തീർച്ചയായിട്ടും അതിപ്പോ പാർട്ടിയല്ലേ പറയണ്ടേ. നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. അല്ല, ഒരു കാര്യത്തിലും തീരുമാനമായിട്ടില്ലല്ലോ. പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം അഭ്യന്തരനായിട്ടുള്ള പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് നടത്തുക. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ആലോചനകളൊക്കെ പാർട്ടി തലത്തിൽ നടക്കുന്നുണ്ട്. അന്തിമമായി തീരുമാനം വരുന്നതിനെക്കുറിച്ച് പ്രവചിക്കാൻ ഞങ്ങളാരും ആളല്ല. RJD അവരുടെ തീരുമാനം പറയട്ടെ, നിലപാട് വ്യക്തമാക്കിയിട്ടില്ലല്ലോ ഇതുവരെ. ലീഗിൽ ഒരുപാട് വ്യവസായ പ്രമുഖന്മാരുണ്ട്, ആരാണെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വ്യവസായ മത്സരിച്ചു ഒരുപാട് വ്യവസായ പ്രമുഖന്മാരുണ്ടല്ലോ. അല്ല, അതന്നെ, എത്രയോ വ്യവസായ പ്രമുഖന്മാരുണ്ട്, ആരെയാണെന്ന് ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല. പുത്തൂർമിൽ ധാരാളം ഉണ്ട്. ലീഗ് നേതൃത്വത്തിൽ തന്നെ വ്യവസായികളുണ്ട്. അല്ല, ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണല്ലോ അതിൽ തീരുമാനം എടുക്കേണ്ടത്. ഏതായാലും സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് വനിതാ പ്രാതിനിധ്യം ഇത്തവണ എന്തായാലും ഉണ്ടാകുമെന്ന്. അത് എവിടെയും ആകാം.